ഹലോ ഗൈസ്, ഈ ഗുലാബ് ജാം ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? അത് ഈ മധുരപ്രേമികളായിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകം പറയാം. ഈ ഗുലാബ് ജാം എന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമായിരിക്കും അല്ലേ? ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും തന്നെ ഈ ഗുലാബ് ജാം എന്ന് വെച്ചാൽ ഭയങ്കര ഭ്രാന്തുള്ളൊരു സാധനമാണ്. ഇത് നമ്മൾ വീട്ടിൽ ബ്രെഡ് വെച്ച് ഉണ്ടാക്കാറുണ്ട്, അല്ലാതെ പാക്കറ്റ് വാങ്ങിച്ചുണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ വന്നല്ലോ, അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊരു ഇച്ചിരി വെറൈറ്റി ആണോ. ഇത് അമ്മ അങ്ങ് മൈസൂരിൽ നിന്ന് ട്രിപ്പ് പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. നമ്മൾ ഒത്തിരി എക്സ്പെക്റ്റേഷൻസോട് കൂടി തന്നെയാണ് ഇത് തുറക്കുന്നത്. കാര്യം അവിടത്തെയും ഇവിടത്തെയും ടേസ്റ്റ് തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടാവോ? എന്ത് വ്യത്യാസം അല്ലേ, മധുരം തന്നെ ആയിരിക്കും. എന്നാലും ഭയങ്കര ആകാംക്ഷയോട് തന്നെയാണ് കേട്ടോ നമ്മളിത് തുറന്നു നോക്കുന്നത്. അപ്പോൾ ഇത് തുറന്നപ്പോൾ തന്നെ സത്യം പറയാമല്ലോ, ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് കൊതിയാവുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗുലാബ് ജാമുൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ചധികം നാളായി, പക്ഷേ ഇത് എൻ്റെ ഡ്രാഫ്റ്റിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഞാനിനി വോയിസ് ഓവർ പിന്നെ കൊടുക്കാമെന്ന് വെച്ചാൽ ഇതിന് സമയമായത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ കാര്യത്തിൽ നിന്ന് നമ്മളത് വഴുതി വേറെ എങ്ങോട്ടോ പോയി. നമ്മുടെ ഗുലാബ് ജാമൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് പൊങ്ങി കിടക്കുന്നു നോക്കിക്ക് ആ ഒരു ഷുഗർ സിറപ്പിൽ. സത്യം പറഞ്ഞാൽ കൊതിയാവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഷുഗർ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കായാലും ഗൈസ്, ഞാൻ എന്താണ് പറയുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് മറന്നുപോയി. എന്നാലും സാരമില്ല, ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ഈ ഗുലാബ് ജാം ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ഇടുമോ പ്ലീസ്? അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ അമ്മ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. സത്യം പറയാലോ, വായിലിട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ, ഇത് അലിഞ്ഞു പോയി, അത്ര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. പ്ലീസ്